നമസ്കാരം. നമുക്കറിയാം, നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരാണ് തീഹാർ ജയിലിൽ കഴിയുന്നത്. ഒരു സമയത്ത് കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിലേക്ക് എൻഫോഴ്സ്മെന്റിന്റെയും രാജ്യസുരക്ഷാ ഏജൻസിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡിന് വേണ്ടിയിട്ട് വന്ന ആ ഒരു വാർത്തയൊന്നും മലയാളി സമൂഹം മറന്നു കാണുവാൻ സാധ്യതയില്ല. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലേക്ക് റെയ്ഡിന് വേണ്ടിയിട്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് സംഘടനാ ബലം ഉപയോഗിച്ചുകൊണ്ട് തടയുകയും അവരെ വഴിയിൽ വെച്ച് തന്നെ തടഞ്ഞു നിർത്തിയിട്ട് കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്ത സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ആശയവും പണവും കൈപ്പറ്റിക്കൊണ്ട്, ആയുധവും കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ, വിഘടനവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച് പ്രവർത്തിച്ചു വന്ന സംഘടനയായിരുന്നു. ആ സംഘടനയെ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ കറൻസിയും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെയൊക്കെ അതിരുകവിഞ്ഞ സമ്പാദ്യവുമെല്ലാം ഒഴുകിയെത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഈ സംഘടനയെ നിരീക്ഷിക്കുകയും കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ നിരോധിക്കുകയും ചെയ്തു. എന്നാൽ നിരോധനത്തെ തുടർന്ന് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ നാട്ടിൽ ഭീകരവാദം വളർത്തുവാൻ വേണ്ടിയിട്ട് ഇസ്ലാം ഭീകരതയുടെ സ്ലീപ്പർ സെല്ലുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഈ സംഘടനയുടെ നേതാക്കളെല്ലാം കയ്യാമം വെച്ച് തീഹാർ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തയ്യാറായ സമയത്ത് ഈ സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ തീഹാർ ജയിലിൽ കഴിയുന്ന ഈ കൊടും കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ കൂടിയാണ് ഈ ജിഹാദി ഭീകരവാദികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തോടുകൂടിയിട്ട് ഈ രാജ്യത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കാനും അത്തരത്തിൽ ആ മുന്നണി രൂപീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ പരാജയപ്പെടുത്തി ഒരു ഭരണമാറ്റം ഈ രാജ്യത്ത് അടിയന്തരമായിട്ട് കൊണ്ടുവരുവാനാണ് ഈ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളും ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്ത വിഭാഗവും ഒക്കെ തയ്യാറായത്. പക്ഷേ അവരുടെ ദൗർഭാഗ്യകരം എന്ന് പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ചെറിയ ഭൂരിപക്ഷത്തിന്റെയൊക്കെ കുറവ് NDA മുന്നണിക്ക് സംഭവിച്ചു എങ്കിലും കൃത്യമായിട്ട് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് NDA തയ്യാറായി ഇന്ന് സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് അധികാരമേറ്റിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കൃത്യമായിട്ട് തീഹാർ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ നിരാശയിലാണ് എന്ന് തന്നെ നമ്മൾ അറിയേണ്ടി വരും. കാരണം ഇനിയൊരു ജാമ്യത്തിന് അവർക്ക് യാതൊരു സാഹചര്യവുമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്താണ് ഈ തീഹാർ ജയിലിലെ ഈ ഇസ്ലാം ഭീകരവാദികൾ കണക്കുകൂട്ടിയത് എന്ന് ചോദിച്ചാൽ, ഭരണമാറ്റം ഉണ്ടാവുന്നതോട് കൂടിയിട്ട് രാജ്യത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മുന്നണി സംവിധാനത്തിലൂടെ NDA സർക്കാരിനെ താഴെ ഇറക്കുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് അവർക്ക് ജാമ്യം ലഭിക്കുകയും ആ ജാമ്യത്തിന്റെ മറവിൽ ജയിലിന് പുറത്തേക്ക് വന്നിട്ട് നാളിതുവരെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വീണ്ടും തുടർന്ന് അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഈ രാജ്യത്ത് നടത്തുവാനും സാധിക്കും എന്നുള്ള ഒരു വ്യാമോഹത്തിലായിരുന്നു ഈ കൂട്ടർ നിന്നിരുന്നത്. എന്നാൽ ഇവരുടെ ഇത്തരത്തിലുള്ള മനസ്സിന്റെ വ്യാമോഹങ്ങളാണ് ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ഇത്തരത്തിൽ വിദേശ ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾക്ക് തടയിടുവാൻ വേണ്ടിയിട്ട് പുതിയ നിയമനിർമ്മാണങ്ങളും മറ്റുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം ഭീകരതയെ താലോലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ പ്രവർത്തനം കേരളത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം കൂടി സംജാതമാണ്. ഈ വിഷയത്തിൽ വളരെ വലിയ നിരാശയിലാണ് ഈ ജിഹാദി ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന സമൂഹവും ഇവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച് ജയിലിനുള്ളിൽ അടയ്ക്കപ്പെട്ട കൊടും ക്രിമിനലുകളും എന്നുള്ളതാണ് ഈ സമയത്ത്
മലയാളികളായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള നമുക്ക് ഏവർക്കും സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട്, ആശ്വസിക്കുവാൻ വേണ്ടിയിട്ട് സമാഗതമാകുന്ന ശുഭകരമായിട്ടുള്ള സന്ദേശം. നന്ദി, നമസ്തേ.